ഹലോ ഡിയർ സ്റ്റുഡൻറ്റ്, വെൽക്കം ബാക്ക് ടു എഡ്യൂവാലെ 2.0. അപ്പോൾ എല്ലാവർക്കും ആദ്യമായിട്ട് തന്നെ വിഷ് യു എ ഹാപ്പി ന്യൂ ഇയർ. അതിനോടൊപ്പം തന്നെ നിങ്ങളോട് ഒരു വലിയൊരു ന്യൂസ് പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവാം, നമ്മൾ ക്രിസ്മസ് എക്സാമിൻ്റെ ടൈമിൽ വീഡിയോസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്രാഷ് ബാച്ചിനെ കുറിച്ചിട്ട്. ആ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഈ കൊല്ലത്തെ ലാസ്റ്റ് വീഡിയോ ആണ്. ഇനി നമ്മൾ പുതിയ വീഡിയോസ് പുതിയ ന്യൂ ഇയറിലായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ഫസ്റ്റ് ഓഫ് ഓൾ പറയാനായിട്ടുള്ളത് നമ്മൾ വാലറ്റ്, അതേപോലെ വാലറ്റ് 2.0 സയൻസ് ബാച്ചും കൊമേഴ്സ് ബാച്ചും ഒരു ക്രാഷ് ബാച്ച് ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ സയൻസ് ബാച്ചുകാർക്ക് ഓൾറെഡി കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു. കൊമേഴ്സ് ബാച്ച് ആദ്യമായിട്ടാണ് നമ്മുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 50 ഡേയ്സ് ക്രാഷ് ബാച്ച് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 50 ദിവസം നിങ്ങൾക്ക് മാർച്ച് എക്സാമിന് വേണ്ടി, മാർച്ചിലെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് നേരിടുന്ന എല്ലാ കുട്ടികൾക്കും പ്ലസ് ടു സ്റ്റുഡൻസ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ആ ഒരു കോഴ്സാണ്. 50 ദിവസം നിങ്ങൾ കംപ്ലീറ്റ് സബ്ജക്റ്റുകൾ, നമ്മുടെ കൊമേഴ്സ് ഓറിയന്റഡ് ആയ സബ്ജക്റ്റുകൾ നിങ്ങളെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തരിക. ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി മറന്നിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ആ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് നന്നായി പറഞ്ഞു തരിക. പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം എങ്ങനെയാണ്, ഏതാണ് എക്സാമിന് ചോദിക്കുക. നമുക്കറിയാം നമ്മുടെ കുറേ വീഡിയോസിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു അല്ലെ ക്രിസ്മസ് എക്സാമിനും. അതേപോലെ കഴിഞ്ഞ കൊല്ലത്തെ നിങ്ങളെ വീഡിയോസ് നോക്കിയാൽ മതിയാവും. അപ്പൊ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരിക, ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് മുന്നേ ചെയ്തിട്ടുള്ളത്, അതൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് കണ്ടുപിടിക്കണ്ടേ? നിങ്ങൾ ഇനി മാർച്ചിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് നെറ്റിൽ ഡൗൺലോഡ് ചെയ്തെടുക്കണം, നിങ്ങൾ ഒറ്റയ്ക്ക് ആൻസർ ചെയ്യണം. അത് ശരിയാണോ എന്ന് പോലും അറിയില്ല അല്ലെ? ആ ഒരു ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് വേണ്ട. നമ്മുടെ 50 ഡേയ്സ് ക്രാഷ് കോഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഒരു ചാപ്റ്റർ, ഇപ്പൊ അക്കൗണ്ടൻസി ആണ് എങ്കിൽ എത്ര സബ്ജക്ട്, എത്ര വിഷയങ്ങളുണ്ടോ, അതുപോലെ തന്നെ എത്ര പാഠങ്ങളുണ്ടോ, ആ കംപ്ലീറ്റ് പാഠങ്ങൾ നിങ്ങൾക്ക് ഒന്നുകൂടി പറഞ്ഞു തരികയാണ്, ഒന്നും കൂടി നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. പഠിക്കാനുള്ള പോർഷൻസ് ഇന്നത് പഠിച്ചോളൂ, ഇന്നത് ചെയ്തോളൂ എന്ന് പ്രത്യേകം പറയാണ്. ഒപ്പം ഇതൊന്നും പോരാതെ നിങ്ങളെപ്പോലുള്ള സ്റ്റുഡൻസ് മുൻപ് ചെയ്ത എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ചെയ്തു തരികയാണ്. ഇതെല്ലാം ചെയ്യുന്ന ഒരു 50 ഡേയ്സിന്റെ ക്രാഷ് ബാച്ച് ആണ് നമ്മുടെ എഡ്യൂവാലെ 2.0 ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയുന്ന കുറെ കുട്ടികളൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പേർക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. കുറെ പേരൊക്കെ പേയ്മെന്റ് നൽകി അഡ്മിഷൻസ് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇനി അറിയാത്ത കുട്ടികൾക്ക്, അല്ലെങ്കിൽ കുറച്ചറിയാൻ ഡീറ്റെയിൽസ് ഇനി അറിയാത്തവർക്കുള്ള വീഡിയോ ആണ്. അപ്പൊ ആദ്യമായിട്ട് പറയുന്നു, ഒരു 50 ഡേയ്സ് ക്രാഷ് കോഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. 50 ഡേയ്സ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് 50 ഡേയ്സ് കറക്റ്റോ അല്ലെങ്കിൽ കംപ്ലീറ്റ് 50 ഡേയ്സ് കൂടുതലാവാം, ചിലപ്പോൾ നമുക്ക് കൂടുതലായി പോവാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജനുവരി 10th ഒരു ഫെബ്രുവരി ലാസ്റ്റ് വരെ. നമുക്കറിയാം മാർച്ച് ഫസ്റ്റ് വീക്ക് ഒക്കെ ആയിട്ട് നമുക്ക് എന്തായാലും എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അതിന് മുന്നായിട്ട് നമ്മൾ ക്രാഷ് ബാച്ച് എന്തായാലും നിർത്തണം അല്ലെ? അപ്പൊ ജനുവരി 10th ഉദ്ദേശിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു 15 പോവും, പക്ഷെ മാക്സിമം നമ്മൾ 10ൽ തന്നെ. കാരണം നമുക്ക് വേഗം ചാപ്റ്റേഴ്സ് എടുത്ത് തീർക്കണം അല്ലെ? ഒപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരണം, നിങ്ങളെ ചെയ്യിപ്പിക്കണം, നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം, കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ മാക്സിമം 50 ഡേയ്സ് കടക്കാം. ഓക്കെ, ദെൻ നമ്മുടെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ അക്കൗണ്ടൻസി, ഇക്കണോമിക്സ്, ബിസിനസ്, ഇംഗ്ലീഷ്, മാത്സ്, ഇത്രയും 5 വിഷയങ്ങളാണ് നമ്മൾ ക്രാഷ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഏത് വിഷയമാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ നോക്കുക. ദെൻ അക്കൗണ്ടൻസിനെ കുറിച്ച് പറയാൻ നമുക്ക് 2 സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. AFS കുട്ടികളും ഉണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസും ഉണ്ട്. AFSകാർക്കാണ് ഒന്നുകൂടി പ്രോബ്ലംസ് ഒക്കെ ഉള്ളത് അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിന്റെ പ്രാക്ടിക്കൽസ് ഉള്ള കാരണം അവരുടെ പോർഷൻസ് നമ്മൾ എടുത്തു കൊടുക്കില്ല. പക്ഷേ 2 പേർക്കും വേണ്ട പാർട്ട് A എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ. അതായത് പാർട്ട് A എന്ന് പറയുമ്പോൾ പാർട്ട്ണർഷിപ്പിന്റെ ചാപ്റ്റർ, ആ ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ 2 പേരും പഠിക്കേണ്ടതാണ്. AFSകാരും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിനുള്ള കോമൺ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കും. ദെൻ AFSകാർക്കുള്ള പാർട്ട് B, അതായത് അക്കൗണ്ടിങ് ഫോർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ആ ഒരു AFS ടെക്സ്റ്റ് ബുക്ക് നമ്മൾ എടുക്കുന്നതായിരിക്കും. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിന്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, അതായത് നിങ്ങളുടെ സ്പ്രെഡ്ഷീറ്റും അതുപോലെ ലിബറൽ ഓഫീസ് കാൽക്കൊക്കെ ഉള്ളത്, ആ ടെക്സ്റ്റ് നമ്മളിവിടെ പഠിപ്പിക്കില്ല. വേറെ വ്യത്യാസമൊന്നുമില്ല. AFSകാർക്ക് മാത്രം ലാസ്റ്റ് കുറച്ച് ക്ലാസ് കൊടുക്കും, അത്രയേ ഉള്ളൂ. വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ദെൻ എക്കണോമിക്സ് നമ്മൾ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിനും എക്കണോമിക്സ് ക്ലാസ്സിന് വേണ്ടിയിട്ട് വരാം. ദെൻ ബിസിനസ് നമുക്കുള്ള ചാപ്റ്റേഴ്സ് ഇംഗ്ലീഷ്, മാത്സ്. ഈ മാത്സിന് പകരം പൊളിറ്റിക്കൽ സയൻസ് എടുത്തവരുണ്ട്, സ്റ്റാറ്റ് എടുത്തവരുണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്തവരുണ്ട്. പക്ഷെ അവർക്കൊന്നും നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. വെരി സോറി. നമ്മൾ മെയിൻ ആയിട്ട് ഈ 3 സബ്ജക്റ്റ് ആണ് ഉദ്ദേശിച്ചത്, അക്കൗണ്ടൻസി, ബിസിനസ്, ഇക്കണോമിക്സ്. അതാണ് നമ്മുടെ കോർ സബ്ജക്റ്റുകൾ. ബാക്കിയെല്ലാം ഓപ്ഷനിലാണ്, അതുപോലെ സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇതിൽ ഏത് സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റ് വേണ്ടവർക്ക് ഒരു സബ്ജക്റ്റിന്റെ പേയ്മെന്റ് നടത്തിയിട്ട് ക്ലാസ്സിന് ചേരാം. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെതായ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും, അതിൻ്റെതായ സെപ്പറേറ്റ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. പിന്നെ അടുത്തൊരു സംശയം, ഈ 50 ഡേയ്സിലും നമ്മൾ ഒരു സബ്ജക്റ്റ് അല്ല എടുക്കുക. 50 ഡേയ്സിൽ ഈ എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ മാറി എടുക്കും. എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് കംപ്ലീറ്റ് എടുത്തിരിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് എടുത്തിരിക്കും. ഒരു പാഠം എടുക്കുക,
ഇമ്പോർട്ടൻസ് പറയാ, പഠിപ്പിച്ചു തരിക, നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ 15 days ക്രാഷ് കോഴ്സിൽ ഉദ്ദേശിക്കുന്നത്. ദെൻ മിസ് ഉദ്ദേശിക്കുന്നത് ഒരു 30 days നമ്മൾ കംപ്ലീറ്റ് കഴിഞ്ഞ് ഒരു 20 days നമ്മൾ ഫുൾ റിവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് പഠിച്ച് തന്നെ പിന്നെയും തറുവായി നമ്മൾ പഠിക്കാം. ആ ഒരു രീതിയിലാണ് നമ്മൾ ഉദ്ദേശിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് എങ്ങനെയാണ് ഇനി ക്ലാസ് എടുക്കുക? ലൈവ് ക്ലാസ്സസ് ആയിരിക്കും, അത് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ലിങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ ഏത് നിമിഷം വേണമെങ്കിലും ആ ക്ലാസ് പിന്നെയും ഇരുന്ന് കാണാം. നിങ്ങൾക്ക് ഏതെങ്കിലും കുട്ടികൾക്ക് പറയുന്ന ടൈമിൽ ക്ലാസ്സിൽ കയറാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അതെടുത്ത് കാണാവുന്നതാണ്. നമ്മുടെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് നിങ്ങൾക്ക് PDF ആയിട്ട് അയച്ചു തരും. നിങ്ങൾക്കറിയാം, നമ്മുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് ആവശ്യമുള്ളത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പൊ അത് നിങ്ങൾക്ക് PDF ആയിട്ട് അയച്ചു തരും. പെർ സബ്ജക്ട് 500 rupees ആണ് ഫോർ 50 days. മന്ത്ലി അല്ല. കുറെ സ്റ്റുഡൻസ് ഒരു മാസത്തിനാണോ 500 രൂപ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, നമ്മൾ ഈ കോഴ്സ് കഴിയുന്നത് വരെ നമുക്ക് ഒരു സബ്ജക്റ്റിന് 500 രൂപയാണ് ഫീസ് കേട്ടോ. ദെൻ നമ്മുടെ ചാപ്റ്റേഴ്സ് നമ്മൾ എങ്ങനെ എടുക്കാന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. എല്ലാ ചാപ്റ്റേഴ്സും എടുത്തിരിക്കും. എക്സാം ഓറിയന്റഡ് ആയ ടോപ്പിക്സ് ആണ് നമ്മൾ കൂടുതലും നിങ്ങളെ പഠിപ്പിക്കുക. ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് ഞാൻ 20 days ഉദ്ദേശിക്കുന്നുണ്ട്. ആ 20 days നമ്മൾ കംപ്ലീറ്റ് റിവിഷൻ തന്നെ ആയിരിക്കും. പഠിക്കേണ്ടത് തന്നെ പഠിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാം. നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ മോഡൽ എക്സാം ടൈം ആയിരിക്കും. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും, ഡിസ്കസ് ചെയ്യും. ഷോർട്ട് ടേം നോട്ടുകൾ, പിന്നെ നിങ്ങളുടെ ടൈമിനനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് വെക്കുക. നിങ്ങൾക്ക് സ്കൂൾ ടൈം ഉണ്ടെങ്കിൽ നമ്മൾ സ്കൂൾ ടൈമിൽ ഒരിക്കലും ക്ലാസ് വെക്കില്ല. മിക്കവാറും ഈവനിങ് ടൈം ആയിരിക്കും, അതായത് നൈറ്റ് ടൈം ആയിരിക്കും. ചിലപ്പോൾ 8 to 9 അല്ലെങ്കിൽ 7:30 to 8:30 എങ്ങനെയും നമുക്ക് 1 hour or 1.5 hour, 1 hour കുറഞ്ഞത് ക്ലാസ് ഉണ്ടായിരിക്കും, കൂടിയത് 1.5 hour ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഹോളിഡേയ്സിൽ നമ്മൾ 2-3 സബ്ജക്റ്റുകൾ നമ്മൾ കവർ ചെയ്യും. ശരി ഞായറൊക്കെ ആണെങ്കിൽ മോർണിംഗിൽ, അതുപോലെ തന്നെ ഉച്ചയ്ക്ക്, നൈറ്റ് 3 സബ്ജക്റ്റുകൾ ഷിഫ്റ്റ് ആയിട്ട് എടുക്കും. ശനി ഞായർ അതുപോലെ ഹോളിഡേയ്സിൽ നമ്മൾ അങ്ങനെ എടുക്കും. അല്ലാത്ത ദിവസം നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരൊറ്റ അവർ ഒരു സബ്ജക്ട് എടുക്കാനേ പറ്റുള്ളൂ. നിങ്ങൾക്കറിയാം, നിങ്ങൾ മോർണിംഗ് ക്ലാസ് കഴിഞ്ഞ് ക്ലാസ്സിൽ പോയി ഈവനിങ്ങിൽ വന്ന് പിന്നെ ഒരു ഓൺലൈൻ ക്ലാസ്, പിന്നെ ട്യൂഷന് പോകുന്ന സ്റ്റുഡൻസ് ഉണ്ട്, അവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ ഡെയിലി 1 hour ക്ലാസ്സസ് ആണ് ഉണ്ടായിരിക്കുക കേട്ടോ. ദെൻ മോഡൽ എക്സാം ടൈം ആണ്. ആ ടൈം നമുക്ക് ഫെബ്രുവരിയിലൊക്കെ നല്ല മോഡൽ എക്സാം ടൈമാണ്. അപ്പോഴേക്കും നമ്മൾക്ക് നല്ല രീതിയിൽ പഠിക്കണം. ആ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നമ്മൾ ഇന്ന് നല്ലപോലെ നോക്കും. അഡ്മിഷൻസ് തുടങ്ങിയിട്ടുണ്ട്. മിസ് പറഞ്ഞതുപോലെ ക്രിസ്മസ് എക്സാമിന് തന്നെ കുറേ സ്റ്റുഡൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേറ്റ്സ് ആർ ഗോയിങ്. നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, January 10th എന്ന് പറയുന്ന ടൈമിൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിൻ്റെ ഉള്ളിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫസ്റ്റ് മുതലുള്ള ടൈം കിട്ടുള്ളൂ. അതിനുശേഷം വന്നവർക്ക് നമ്മൾ റെക്കോർഡ് ക്ലാസ് മുന്നേ ഇട്ട് കൊടുക്കും. പക്ഷേ അത്രയും ടൈം നിങ്ങളുടെ പോവുകയാണല്ലോ. അപ്പൊ ഫസ്റ്റ് ഡേ തൊട്ട് എന്റെ ക്ലാസ്സിൽ വന്ന് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് അത്രയും സുഖമാണ്. കുറെ ടൈം നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കിട്ടും പഠിക്കാനുള്ളത്. അപ്പൊ എല്ലാവരും നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ്, മിസ്സിന്റെ ക്ലാസ് മനസ്സിലാവുന്നുണ്ട്, ഓക്കെ ആണ് എന്നുള്ള സ്റ്റുഡൻസ് വൈകാതെ തന്നെ അഡ്മിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കാം. അഡ്മിഷൻസ് തുടങ്ങി കുറെ കുട്ടികൾ പേയ്മെന്റ് നൽകി നമുക്ക് സീറ്റൊക്കെ എടുത്തിട്ടുണ്ട്. കുറെ പേർക്ക് അതായത് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അല്ലാത്ത സ്റ്റുഡൻസ് പേയ്മെന്റ് നൽകിയ ശേഷം നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാം. എന്നാലാണ് നമ്മൾ നിങ്ങൾ അതാത് ഗ്രൂപ്പുകളിലേക്ക് January 1st നമ്മൾ അതാത് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യും. പിന്നീട് ഓരോ സബ്ജക്റ്റിനുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നോട്ട്സ് ഒക്കെ ആ ഗ്രൂപ്പിലായിരിക്കും വരിക കേട്ടോ. ദെൻ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഇതാണ്, 7907664613. കൊമേഴ്സ് കുട്ടികൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സയൻസ് ബാച്ചുകാർ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഈ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കിട്ടും. ഇതിലേക്ക് നിങ്ങൾക്ക് പേയ്മെന്റ് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് പറയും. പേയ്മെന്റ് നൽകിയതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്യുള്ളൂ. കാരണം നമുക്ക് ഇതുപോലെ ഒരു സാബ് ബാച്ച് ഉണ്ടായിരുന്നു, അതിൽ കുറേ സ്റ്റുഡൻസ് ഇതുപോലെ പേയ്മെന്റ് വൈകിയത് നമ്മൾ കുട്ടികളെ പിന്നാലെ പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ +2 പഠിക്കാനായിട്ട് പോവാണ്. സോ എല്ലാ കുട്ടികളും എത്രയും വൈകാതെ തന്നെ നമ്മുടെ അഡ്മിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു റിസൾട്ട് നമുക്ക് 2024 കൊണ്ടുവരണം വേണ്ടേ. ഈ 2024 എന്ന് പറയുന്നത് നിങ്ങളുടെ ഫൈനൽ എക്സാം റിസൾട്ട് ഉള്ള ആ ഒരു ദിവസം ഉൾപ്പെടുന്ന ഒരു ഇയർ ആണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു. എത്രയും വേഗം കോൺടാക്ട് ചെയ്യാനും അഡ്മിഷൻസ് എടുക്കാനും ശ്രമിക്കുക. ഓക്കെ ഡിയർ സ്റ്റുഡന്റ്, താങ്ക് യു സോ മച്ച്.